ഇന്ന് വൈകിട്ട് ഉച്ചക്കത്തെ സോയാബീൻ കറി ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തോരനും കൂടെ വേണമെന്ന് കരുതിയിട്ട് നമ്മൾ ഉച്ചയ്ക്കൊന്നും അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും വൈകുന്നേരം പച്ചക്കറി കൊടുന്നതിൽ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെണ്ടയ്ക്കയും ഒരു ഉള്ളിയും കൂടെ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് 7:30 8 മണിയാകുമ്പോഴത്തേക്ക് ചോറുണ്ണണം വൈകുന്നേരം. ആ ടൈമിൽ കറക്റ്റ് ഞാൻ ചോറുണ്ണും. അമ്മയും ഞാനും ആ ടൈമിലാണ് ഫുഡ് കഴിക്കുക. കാരണം അതങ്ങനെ ആ റുട്ടീൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ 1 മണിക്കൂർ നടക്കും, ഒന്ന് എക്സസൈസൊക്കെ കഴിഞ്ഞ് ഒരു 10:30 11 മണിക്ക് പോയി കിടക്കും. അപ്പോൾ ഈ വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. കാരണം അടച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വഴുവഴുപ്പ് അങ്ങനെ തന്നെ ഇറങ്ങിക്കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ സോയാബീൻ കറിയും നമ്മുടെ വെണ്ടയ്ക്കത്തോരനും പിന്നെ ഒരു നാരങ്ങയും സൈഡായിട്ട് ഇട്ടോ. അത്രയേ ഉള്ളൂ.